ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. HSST മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഓറിയന്റേഷൻ സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് HSST മാത്തമാറ്റിക്സ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ എങ്ങനെയൊക്കെ, കഴിഞ്ഞ 2 വട്ടം നടന്നത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, അടുത്ത HSST മാത്തമാറ്റിക്സ് എന്ന് അനൗൺസ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻസ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പ്രിപ്പയർ ചെയ്താലായിരിക്കും കൂടുതൽ നമുക്ക് അതിനകത്തേക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതിനപ്പുറം മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ആക്ച്വലി മാത്ലാബ് എന്ന് പറയുന്നത് നമുക്കൊരു 2 ഫേംസ് ആണുള്ളത്. ഒന്ന് മാത്ലാബ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇൻഡസ്ട്രിയൽ മാത്തമാറ്റിക്കൽ റിസർച്ച് ആണ്. അതായത് ഓൾറെഡി നമ്മൾ കുറെ കമ്പനീസ് ഒക്കെ ആയിട്ട് ടൈപ്പ് ആണ്. അപ്പോൾ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുക, അല്ലെ. നമുക്ക് പലരും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാത്തമാറ്റിക്സ് എന്തിനാണെന്നുള്ളത്, അല്ലെ. അപ്പൊ അതിന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുന്ന ഒരു ഫേമാണ് മാത്ലാബ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ സെക്ടർ കൈകാര്യം ചെയ്യുന്ന മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഫേമാണ്. നേരത്തെ മാത്ലാബ് കൊച്ചിൻ എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിനാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ഇത് വെബ്സൈറ്റിന്റെ ഒരു ഇതാണ്. അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്തിരുന്നത് നെറ്റ്, JRF അല്ലെങ്കിൽ IIT JAM PG എൻട്രൻസ് പ്രോഗ്രാമുകളായിരുന്നു ഒരു വർഷം മുന്നേ വരെ. പക്ഷെ റീസെന്റ് വി ഹാവ് ഡെവലപ്ഡ് എ പ്രൊഡക്റ്റ് കോൾഡ് ദൃശ്യഗണിതം, വിഷ്വൽ മാത്തമാറ്റിക്സ്, അല്ലെ. മാത്തമാറ്റിക്സിന്റെ എല്ലാ കോൺസെപ്റ്റുകളും വിഷ്വലി കണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഒരു ടൂളാണ് ദൃശ്യഗണിതം എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ആഫ്റ്റർ ദിസ്. അപ്പൊ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷനും, നമ്മളെ സ്കൂൾ തലത്തിലുള്ള എല്ലാ എഡ്യൂക്കേഷനും നമ്മൾ ഈ ദൃശ്യഗണിതം വെച്ചിട്ടാണ് ചെയ്യുക. തന്നെയല്ല, അതിനകത്ത് ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ദൃശ്യഗണിതം എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ ഒരു +2 വരെയുള്ള കംപ്ലീറ്റ് കണ്ടന്റും അതിനകത്ത് കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് എൻറ്റയർ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങളൊക്കെ അതിനകത്ത് ഒത്തിരി ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രൊജക്റ്റും കൂടിയാണ് ദൃശ്യഗണിതം എന്ന് പറയുന്നത്. ആൻഡ് ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം സെറ്റ്, HSST തുടങ്ങിയ പ്രോഗ്രാമുകളാണ്. CBSE സ്കൂളുകളിലേക്ക് നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗണിത് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് നമ്മൾ 5, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്ക് വിഷ്വൽ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിപ്പോ പല സ്കൂളുകളിലും അത് നടക്കുന്നുണ്ട്. അത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ദൃശ്യഗണിതം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ദൃശ്യഗണിതം എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയുന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു കാണിച്ചാൽ കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഞാൻ ഒരു ടോപ്പിക്കിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇതിനകത്തുള്ള പല ആൾക്കാരും ഇത് കാണുന്നവർ പലരും ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവരായിരിക്കാം. അത് സ്കൂളിലോ അല്ലെങ്കിൽ +2നോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു 9th 10th സ്റ്റാൻഡേർഡിലൊക്കെയുള്ള ഒരു സർക്കിളിന്റെ ഒരു തിയറം ഉണ്ട്. സെൻട്രൽ ആംഗിൾ തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറമാണ്. അപ്പൊ തിയറം പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു സർക്കിളിന്റെ ഒരു സെൻട്രൽ ആംഗിൾ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള, എനിക്ക് ഇഷ്ടമുള്ള ആംഗിൾ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇനിഷ്യലി ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇപ്പൊ എനിക്ക് പല ആംഗിളും ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ 2 പോയിന്റുകൾ വെച്ചിട്ട്, അല്ല, ഇവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്ത് ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും. ആ ആംഗിൾ ഫോം ചെയ്യുന്നത് ഈ സർക്കിളിലാണെങ്കിൽ അത് എവിടെ ആംഗിൾ ഫോം ചെയ്താലും ഈ സെൻട്രൽ ആംഗിളിന് നേരെ പകുതിയായിരിക്കും ഈ ആംഗിൾ എന്നാണ് പറയാം. സോ എവിടെ ഫോം ചെയ്താലും നമുക്കത് 45 ഡിഗ്രി എന്ന് കിട്ടും, അല്ലെ. അപ്പൊ ഈ ആംഗിൾ ഇസ് ദ ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന രീതിയിലൊരു തിയറമാണ് നമ്മളത് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ്, പക്ഷെ വേറെ ഒരിടത്തും ഈ തിയറം ഹോൾഡ് ചെയ്യില്ല, വേറെ നമ്മൾ എവിടെ വെച്ചാലും സാറ്റിസ്ഫൈ ചെയ്യില്ല. പക്ഷെ ഇവിടെയാണ്, എവിടെ ആയാലും ഇത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കോൺസെപ്റ്റുകൾ
അതുകൊണ്ടാണ് അതിനൊരു തീറം എന്ന് നമ്മൾ പറയുന്നത്. വേറെ ഒരിടത്തും സാറ്റിസ്ഫൈ ഇല്ല, പക്ഷെ ഇവിടെ വെച്ചാലും അത് 45 ആണ്. എന്തുകൊണ്ട്? അപ്പൊ അതിന്റെ പ്രൂഫ് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ദൃശ്യഗണിതം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് വൺ. നമുക്ക് ഇഷ്ടമുള്ള ഇൻപുട്ടുകൾ കൊടുക്കാം, അതിനനുസരിച്ചിട്ടുള്ള വിഷ്വൽ ഡെമോൺസ്ട്രേഷൻസ് ഇവിടെ വരികയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എല്ലാം ഇവിടെ ഉണ്ടാവും. അതിന്റെ തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓൾസോ AI ഇന്റഗ്രേറ്റഡ് ടൂൾ. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് ദൃശ്യഗണിതം എന്ന് പറയുന്നത്. പക്ഷേ റൈറ്റ് നൗ ദിസ് പ്രോഡക്റ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾക്കാണ് ഇനിഷ്യലി നമ്മളത് യൂസ് ചെയ്യുന്നത്. ലേറ്റർ ഓൺ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇതാണ് ദൃശ്യഗണിതം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. സോ HSST മാത്തമാറ്റിക്സിലേക്ക് വരാം. HSST മാത്തമാറ്റിക്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. HSST എന്താണെന്നോ അല്ലെങ്കിൽ അല്ലെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ബിക്കോസ് എല്ലാവരും അതിനെക്കുറിച്ചുള്ള ധാരണയുള്ള ആൾക്കാരായിരിക്കും. മാത്ലാബ് നമ്മൾ 2017 ഒരു HSST വിളിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഓഫ്ലൈൻ ആയിട്ട് HSST ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 36 കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് 24 ആൾക്കാരും ഇന്ന് സർവീസിലുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ 2021 സമയത്ത് നമ്മൾ HSSTയുടെ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, നമുക്ക് മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എ യൂണിക് വൺ. നമുക്ക് വേറെ അങ്ങനെ ബ്രാഞ്ചുകളൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ HSST കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് എക്സ്ക്ലൂസീവ്ലി ഓഫ്ലൈൻ പ്രോഗ്രാം ആയിരുന്നു നടത്തിയിട്ടുള്ളത്. നമുക്ക് ഈ HSSTയുടെ ഒരു ഹിസ്റ്ററി നോക്കാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ HSST നടത്തിയിരുന്നു. അത് കഴിഞ്ഞ 2 എക്സാമുകൾ. ഒന്ന് 2017 വിളിച്ചിട്ടുള്ള HSST ആണ്. 2017 അതിന്റെ എക്സാം നടന്നത് 2018 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2020 ജനുവരിയിലാണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അത് 2023 ജനുവരി വരെ അത് വാലിഡ് ആയിരുന്നു. അതിനകത്ത് എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ HSST എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിന്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 70 മാർക്ക് മാത്തമാറ്റിക്സ് ആണ്, 10 മാർക്സ് നമ്മുടെ ടീച്ചിങ് എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ ഒരു 10 മാർക്സ് കേരള ഹിസ്റ്ററി റിമൈൻസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 10 മാർക്സ് ജനറൽ GK റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് ഈ 100 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 2017 വിളിച്ച സമയത്ത് എല്ലാ ടോപ്പിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് മാത്തമാറ്റിക്സിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ അതിനകത്ത് ആ സിലബസിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2017 HSSTയുടെ സിലബസ് നോക്കി നമുക്ക് അറിയാൻ പറ്റുന്നത്. അന്ന് സമയം ഉണ്ടായിരുന്നത് 1 മണിക്കൂർ 15 മിനിറ്റിന്റെ എക്സാം ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്, 1.5 മണിക്കൂർ. ആ എക്സാമിന്റെ കട്ട് ഓഫ് 28 മാർക്കായിരുന്നു. അന്ന് അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഓരോരുത്തരും എഴുതിയ മാർക്കും ഓരോരുത്തർക്കും സ്കോർ ചെയ്ത മാർക്ക് അവരുടെ വെയിറ്റേജുകളെല്ലാം ഇട്ടിട്ട് ടോട്ടൽ മാർക്ക് എടുത്തിട്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാക്സിമം മാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതാണ്. അന്ന് എക്സാമിന് കിട്ടിയ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 54 പോയിന്റ് സംതിങ് ഒരു മാർക്കായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ മെയിൻ ലിസ്റ്റ് ഒരു വലിയ ലിസ്റ്റ് ആയിരുന്നു. 496 ആൾക്കാർ ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു ആ ലിസ്റ്റ്. അതിനകത്ത് 140 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 100 വരെ എത്തിയിട്ടുണ്ട്. അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ. ഓക്കെ, അത് അതിന്റെ മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയയും ഇങ്ങനെയായിരുന്നു. അതായത് ടെസ്റ്റിൽ മൊത്തം 100 മാർക്കിന്റെ ആയിരുന്നു. ഇന്റർവ്യൂ 20 കണ്ടക്ട് ചെയ്യുക. ആ 20 തന്നെ സാധാരണഗതിയിൽ PhD ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതൊരു ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു മിനിമം ടു മാക്സിമം അതിൻ്റെ ഉള്ളിലാണ് കിട്ടുക. സാധാരണഗതിയിൽ ഒരു 11 to 15 അല്ലെങ്കിൽ ഒരു 10 to 14 ഈ റേഞ്ചിലൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. MSCയുടെ മാർക്കിന്റെ വെയിറ്റേജ് 30 ആണ്. പിന്നെ അതർ വെയിറ്റേജസ് ഉണ്ട്. ഇപ്പൊ MPhil ഉണ്ടെങ്കിൽ, PhD ഉണ്ടെങ്കിൽ, MPhil ഉണ്ടെങ്കിൽ 2 മാർക്ക്, PhD ഉണ്ടെങ്കിൽ 4 മാർക്ക്, രണ്ടും കൂടി ഉണ്ടെങ്കിൽ 5 മാർക്ക്, പിന്നെ PDF ഉണ്ടെങ്കിൽ 2 മാർക്ക്, അങ്ങനെ ഒരു അതർ വെയിറ്റേജും കൂടി കൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഇതുപോലെ തന്നെയാണ് 2021 വിളിച്ച HSST ഇങ്ങനെ തന്നെയായിരുന്നു. 2021 HSST വിളിച്ചു. അതിന്റെ എക്സാം നടക്കുന്നത് 2022 അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 2020 ജനുവരിയിൽ തൊട്ട് മുന്നത്തെ ലിസ്റ്റ് വന്നപ്പോൾ 2021 അടുത്ത HSST വിളിച്ചു. 3 വർഷം ഇതിന് കാലാവധി ഉണ്ട സമയത്ത്. അപ്പോൾ 2022 അതിന്റെ എക്സാം നടന്നു. 2023 നവംബർ ആയപ്പോൾ പുതിയ ലിസ്റ്റ് വന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് തീർന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ലിസ്റ്റ് വരണമെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷം മുന്നേ തന്നെ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്.
അത് അവർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവരത് ചെയ്യാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം HST എഴുതിയ ഏകദേശം ഒരു കണക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3841 ആൾക്കാരാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര പേര് എഴുതിയിട്ടുള്ളതിന്റെ ലിസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും 100 ക്വസ്റ്റ്യൻ തന്നെയാണ്. മാർക്കിന്റെ ഡിവിഷൻ വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു. പക്ഷേ മാത്സിൽ സബ്ജക്റ്റിന്റെ ഡിവിഷൻ വളരെ സ്പെസിഫിക് ആയിരുന്നു. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് അവർ ഡിവൈഡ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്: മൊത്തം 10 ടോപ്പിക്ക്, ഓരോ ടോപ്പിക്കിൽ നിന്നും 7 മാർക്ക് വെച്ചിട്ട് അങ്ങനെയായിരുന്നു അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലീനിയർ ഓൾജിബ്ര, ഫുൾ ലീനിയർ ഓൾജിബ്ര പഠിച്ചാൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അബ്സ്ട്രാക്ട് ഓൾജിബ്ര തന്നെ ഗ്രൂപ്പ് തിയറിയിൽ നിന്നും 7 മാർക്ക് ചോദിക്കും, റിംഗ് തിയറിയിൽ നിന്നും 7 മാർക്ക് ചോദിക്കും. അത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റിയൽ അനാലിസിസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് നമ്മുടെ നോർമൽ നമ്മൾ പഠിക്കുന്ന റിയൽ അനാലിസിസ്, അത് സെക്ഷൻ 1. സെക്കൻഡ് റിയൽ അനാലിസിസിനകത്ത് നമ്മുടെ മെഷർ തിയറി അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് ആയിരുന്നു. അതിനകത്ത് ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ അതിനകത്ത് ഈ ടോപ്പിക് ഈ സെക്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, MT മീൻസ് മെഷർ തിയറി ആണ് ഉദ്ദേശിച്ചത്. പിന്നെ കോംപ്ലക്സ് അനാലിസിസ് 7 മാർക്ക്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉള്ളത്. അതിന് 7 മാർക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫംഗ്ഷൻ അനാലിസിസ് ഉണ്ട്, ടോപ്പോളജി ഉണ്ട്, പിന്നെ നമ്പർ തിയറി ഉണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ 10 ഡിഫറെന്റ് ടോപ്പിക്കുകളിൽ നിന്നും ഓരോ സെക്ഷനിലും 7 മാർക്ക് വെച്ചിട്ട് 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനെയായിരുന്നു അവർ വളരെ കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സമയം മൊത്തം PSCയുടെ സമയം മാറിയത് അനുസരിച്ച് 1.5 മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നത്. 1.5 മണിക്കൂർ. കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു, 30.33. ഒരു റീസൺ, സമയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 30.33 ആണ് അന്നത്തെ കട്ട് ഓഫ് ആയിരുന്നത്. മാക്സിമം മാർക്ക് എത്ര സ്കോർ ചെയ്യുന്നുള്ള അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ലിസ്റ്റിനകത്ത് അങ്ങനെയൊന്നും വന്നില്ല. റാങ്ക് മാത്രമാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിനകത്ത് 155 പേരെയാണ് എടുത്തിരുന്നത് മെയിൻ ലിസ്റ്റിൽ. അതിൽ ഇതുവരെ 86 അഡ്വൈസേഴ്സ് ആണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 58 വരെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മാർക്കിന്റെ കാൽക്കുലേഷൻ വെയിറ്റേജ് ഒക്കെ ഇത് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതേ കാൽക്കുലേഷൻ തന്നെയാണ് മാർക്കിന്റെ വന്നിട്ടുള്ളത്. ഇതാണ് ഒരു കഴിഞ്ഞ 2 HSSTയുടെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും അല്ലെ? അപ്പോൾ അടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. അതായത് ഈ ഡിസംബറിൽ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 2025 ഡിസംബറിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ജൂലൈയിൽ എക്സാം നടക്കും. 2026 ജൂലൈയിൽ എക്സാം നടക്കും. കാരണം നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി 2026 നവംബർ വരെ ഉണ്ട്. അപ്പോൾ 2026 ജൂലൈയിലെങ്കിലും എക്സാം നടക്കുമ്പോഴാണ് അതിന്റെ പിന്നെയും കുറെ സമയം കൂടെ എടുക്കും അതിന്റെ വാല്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ നടക്കണമെന്ന്. ലെറ്റ് us hope for the best. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് HSSTക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ചോദ്യം ഇതാണ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ജസ്റ്റ് ഒരു മോഡൽ നോക്കുമ്പോൾ നമുക്കൊരു കുറെ ഐഡിയാസ് കിട്ടും. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഏകദേശം പാറ്റേൺ ഒക്കെ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടതുള്ളൂ. ഇതിനകത്ത് ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ നോളജ്, അതുപോലെ കേരള ഹിസ്റ്ററി, റിനൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 30 ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന മാത്തമാറ്റിക്സ് പാർട്ടിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ അറിയാമെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ചെയ്യാൻ മാക്സിമം ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കാമെന്നില്ല. അപ്പൊ GK ഇങ്ങനെയുള്ള ഈ 30 മാർക്ക് നന്നായിട്ട് നമ്മൾ പോയിട്ടുണ്ട്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ ഒരുപക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അതാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി. അതാണ്. പക്ഷെ കൂടുതൽ പഠിക്കാനുണ്ടാവും അല്ലെ? കുറേ ഏരിയ കവർ ചെയ്യുമ്പോഴാണ് ഈ 30 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന കിട്ടുമെന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു സംഭവം. പക്ഷെ ഈ 31 മുതൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് അത് എലിപ്റ്റിക്കൽ ആണോ, പരാബോളിക് ആണോ, ഹൈപ്പർബോളിക് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള ഒരു 100 ക്വസ്റ്റ്യനും 1.5 മണിക്കൂറുമാണ് അല്ലെ? അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളൊരു വലിയ ചോദ്യമാണ് അല്ലെ? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ മൊത്തത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം,
ഇത് ഒത്തിരി ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇപ്പൊ ഒരു നെറ്റിന്റെ ഒരു പ്രോബ്ലം തന്നിട്ട് അത് അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, അല്ലെ? ഉദാഹരണത്തിന് ഈ 43 ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം, അല്ലെ? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം ഒരു ഫംഗ്ഷൻ തന്നിട്ട്. സി നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സി ദ ഓർഡർ ഓഫ് ദ പെർമ്യൂട്ടേഷൻ, ഒരു പെർമ്യൂട്ടേഷന്റെ ഓർഡർ കണ്ടുപിടിക്കാം, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലെവൽ സെറ്റ് ഓഫ് ഒരു ഫംഗ്ഷന്റെ ലെവൽ സെറ്റ് എന്താണ്? അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള എഫ് ഓഫ് ഇസഡ് ആൻഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ബി അനലിറ്റിക് ഇൻ ദ ഡൊമെയിൻ ദെൻ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, പക്ഷേ കോൺസെപ്റ്റുകൾ നന്നായിട്ട് അറിയുകയും ഇങ്ങനെയുള്ള എന്താ പറയാ ആ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നന്നായിട്ട് അറിയുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്, ഡെപ്തിലല്ല. ഇവിടെ ഇത് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു 93 ക്വസ്റ്റ്യൻ നമ്പർ 93 നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 7/5 മെട്രിക്സിന്റെ റാങ്ക് തന്നിട്ടുണ്ട്, 5/7 റാങ്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എ ബിയുടെ റാങ്ക് എത്രയായിരിക്കും. ഇത് ഒത്തിരി വലിയ ഒരു ഇതിന്റെ ആവശ്യമൊന്നുമില്ല അതിനകത്ത്. ഒരു വളരെ സിമ്പിൾ ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒന്നിടെ കാര്യങ്ങൾ അറിയാൻ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താന്നുള്ളതാണ്. ഐഗൻ വാല്യൂഷൻ സമ്മാണ്. അപ്പൊ അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഈ സ്ലൈഡ് കാണുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു സ്റ്റാർട്ട് ചെയ്തതാണ് 100 ക്വസ്റ്റ്യൻ 90 മിനിറ്റ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും അതെ 1 മിനിറ്റ് പോലും നമുക്ക് കിട്ടത്തില്ല, അല്ലെ? അത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് താനും, നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് താനും. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് എന്താണ് നമ്മുടെ മുന്നിലുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്? സ്പീഡും അക്യുറസിയാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ മാർക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം 54 ടോപ്പ് മാർക്ക് വന്നത്. അപ്പോൾ ഒരു 60 ഒക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് 28 30 സംതിങ് ആയിരുന്നു കട്ട് ഓഫ്. ഒരു 60 അല്ലെങ്കിൽ ഒരു 65 70 ഒക്കെ ടാർഗറ്റ് ചെയ്താൽ അത്രയും മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടോപ്പിൽ തന്നെ എത്താൻ പറ്റും, അല്ലെ? പക്ഷെ അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡും അക്യുറസിയും കൂട്ടുക എന്നുള്ളതാണ്, അല്ലെ? സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റ് വരാതെ കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യണം. ഇത് രണ്ടും കൂടി എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവും, അല്ലെ? അപ്പൊ അതാണ് HSST പോലെയുള്ള എക്സാമുകളുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ PSC രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ പ്രത്യേകത അതാണ്. ആ ടൈമിനുള്ളിൽ അപ്പൊ എങ്ങനെ നമ്മൾ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ, ഡോണ്ട് വേസ്റ്റ് ടൈം ഫോർ തിങ്കിങ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു പ്രോബ്ലം കാണുമ്പോൾ ആലോചിച്ച് അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. പകരം ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം, ഇത് ഞാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ എടുക്കാം, ഇതാണ് അതിന്റെ ആൻസർ. ഇത്രയും ചിന്തിച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം, അല്ലെ? അങ്ങനെ ചെയ്യാൻ പറ്റണം. പക്ഷെ അതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളത്, ഇതെങ്ങനെ പോസിബിൾ ആവും, അല്ലെ? ഇപ്പൊ ഇതിനകത്തെ പ്രോബ്ലം ഇപ്പൊ നിങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട് ഇതിന്റെ ഫുള്ള് സൊല്യൂഷൻ എഴുതാൻ നിങ്ങളുടെ ഒരു ദിവസം കൂടെ തരുവാണെങ്കിൽ നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾ എഴുതും. വളരെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ സമാധാനമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അല്ല 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതി തീരില്ല. അതാണ് അതിന്റെ മുന്നിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് നമ്മൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ഇതാണ്, എത്രയും നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എത്രയും നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കോൺസെപ്റ്റുകൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചേക്കാം. എല്ലാ സബ്ജക്റ്റിന്റെയും കോൺസെപ്റ്റുകൾ. ഇപ്പൊ ഒരു ലീനിയർ ഓൾജിബ്ര എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടെങ്കിൽ ആ ലീനിയർ ഓൾജിബ്രയിൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ തുടങ്ങി ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വരെ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കാം. ഇതാണ് സംഭവം. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു, എല്ലാ സബ്ജക്റ്റും അങ്ങനെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ആണ് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. കണ്ടിന്യൂസ് പ്രാക്ടീസ്, അതിനകത്ത് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് വരുമ്പോൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക, എന്താണ് നമുക്ക് പറ്റിയ തെറ്റ്, കോൺസെപ്റ്റുവൽ മിസ്റ്റേക്ക് ആണോ അതോ ചെയ്തു വന്നപ്പോൾ ഉള്ള തെറ്റാണോ, അല്ലെ? അപ്പൊ ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഇതല്ലാതെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ് us have a discussion, അല്ലെ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇതല്ലാതെ എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ ഏത് 2 നമ്പരും നിങ്ങളോട് തന്നിട്ട് ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ആഡ് ചെയ്ത് തരും, ഇല്ലേ? നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി, പെട്ടെന്ന് നിങ്ങൾ കൂട്ടി തരും. വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കേണ്ട വരുമായിരിക്കും, അത്രേ ഉള്ളൂ.
കാരണം നിങ്ങളുടെ മൈൻഡിൽ അഡീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത്രയ്ക്ക് നമ്മുടെ മൈൻഡിലുണ്ട്, അല്ലേ? അത്രയ്ക്ക് ഒരു മൈൻഡിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമാണ്. ഇതേ സാധനം ഒരു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഒരു റാങ്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതിന്റെ റാങ്കോ അല്ലെങ്കിൽ അതിന്റെ നള്ളിറ്റിയോ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഈ അഡീഷൻ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ലീനിയർ ഓൾജിബ്രയുടെ റാങ്ക് നള്ളിറ്റി തീർത്തക്കുറിച്ച് നല്ല ഒരു ബോധമുണ്ടെങ്കിൽ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉള്ളിലൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് നള്ളിറ്റി, ഇതാണ് റാങ്ക്, അപ്പൊ ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതുപോലെ എല്ലാ കോൺസെപ്റ്റിലും എന്തുണ്ടാവണം, നമുക്കൊരു ഒരു ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓൺലി സൊല്യൂഷൻ ഇസ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്താണ് ഇതിനകത്ത്, അല്ലെ, നമ്മൾ എന്താണ് HSSTക്ക് ഞങ്ങൾ ചെയ്യുന്നതിനോട് ഞാനൊന്ന് പറഞ്ഞു നിർത്താം. ഇതാണ് നമ്മുടെ മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾ പോയാൽ HSSTയുടെ ഒരു സെക്ഷൻ കാണാം. അപ്പോൾ HSSTയിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് HSSTക്ക് മാത്രമുള്ള ഒരു പേജിലേക്ക് പോകും. ഇതാണ് നമ്മുടെ HSSTയുടെ പേജ്. ഓക്കെ, നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെയും HSST സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് 3 ടൈപ്പ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ആണ്. ഇത് ഫ്രീ ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഡെയിലി പ്രാക്ടീസ് ആണ്. എല്ലാ ദിവസവും 10 പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജിന്റെ തന്നെ ഏറ്റവും താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ദിവസത്തെയും പ്രോബ്ലം കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മളൊരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒക്ടോബർ 6 മുതൽ നമ്മൾ തുടങ്ങിയ ദിവസത്തെയൊക്കെ നിങ്ങൾക്ക് ഈ ഡോട്ടുകൾ ഇവിടെ കാണാം. കണ്ടോ, എല്ലാ ദിവസവും ഇവിടെ ഡോട്ടുകൾ കാണാം. അപ്പോൾ ആഴ്ചയിൽ 5 ടെസ്റ്റുകൾ ഉണ്ടാവും, മൺഡേ ടു ഫ്രൈഡേ. ഓരോ ദിവസം 10 ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 50 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചെയ്യാനുണ്ട്. നിലവിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് +2, ഈ അടുത്ത ആഴ്ചയും കൂടെ നമ്മൾ +2 ലെവലിലുള്ള പോർഷനാണ്. നവംബർ 1 മുതലാണ് ആക്ച്വലി നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതുവരെ നിങ്ങൾ +2 വരെയുള്ള ഒരു കണ്ടന്റ് ഫെമിലിയർ ആവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു 6-ാം തീയതിയിൽ ഞാനൊരു ടെസ്റ്റ് എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ 6-ാം തീയതി പ്രസ് ചെയ്യുകയാണെങ്കിൽ 6-ാം തീയതിയിലത്തെ ടോപ്പിക്ക് സെറ്റ് തിയറിയാണ്. സെറ്റ് തിയറി. അപ്പൊ സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഒത്തിരി ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നോളജും ടെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ സ്പീഡും ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് ഓരോന്ന് നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഇതിലിങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം ചെക്ക് ഓൾ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെ ആൻസർ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് ഗ്രീൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ ഞാൻ മാർക്ക് ചെയ്ത് തെറ്റായ ആൻസർ ആണ്, അപ്പൊ അതുകൊണ്ട് അത് റെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ സൊല്യൂഷനും വേറെ ഒന്നും ഉണ്ടാവില്ല. സൊല്യൂഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. സൊല്യൂഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താലാണ് അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാവുക. ഓപ്പൺ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിക്കൂടെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ചെയ്യുന്നത് +2 വരെയുള്ള കണ്ടന്റ് ആണ് ഇപ്പോ, അല്ലെ? ഇപ്പൊ അടുത്ത ആഴ്ചത്തെ കണ്ടന്റ് ഇതിനകത്ത് ഫുള്ളി ലോഡറാണ്. ഇപ്പൊ അടുത്ത തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും അടുത്ത 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ അതിന്റെ സിലബസ് ഒക്കെ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് സിലബസ് ഉൾപ്പെടെ അവൈലബിൾ ആണ്. അപ്പോൾ നവംബർ ഓൺവേർഡ്സ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു കരിക്കുലം, ആക്ച്വലി HSSTയുടെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് പാരലി ആയിരിക്കും ഇവിടെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ഇടുക. അപ്പൊ ആക്ച്വലി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിത് സീരിയസ് ആയിട്ട് HST പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു ട്രാക്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കോഴ്സ് നിങ്ങൾ എടുക്കണമെന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു 6 മാസം കൊണ്ട് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈവൻ നിങ്ങൾ കോഴ്സ് എടുത്തില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ടൈം ടേബിളിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ ഓരോ ദിവസവും ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയും അതിന് ഇവിടെ റെഫറൻസ് ഉണ്ടല്ലോ, ഇന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പഠിച്ച വെച്ച് എക്സാം എഴുതി നോക്കാം, അടുത്ത ദിവസം എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾ ആ ട്രാക്കിലായി, അല്ലെ? അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ കറക്റ്റ് ഒരു 6 മാസം കൊണ്ട് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മാസം നമ്മളൊരു ഇപ്പൊ നമ്മുടെ 9 മാസമാണ് നമ്മുടെ കണക്കിലുള്ളത്. പിന്നത്തെ ഒരു 3 മാസം കണ്ടിന്യൂസ് നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റുകളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ഇതിനകത്ത് വന്നുകൊണ്ടേയിരിക്കും. മിക്സ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫ്രീ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി എഴുതാവുന്നതാണ്. ഈ സൈറ്റ് ഡയറക്റ്റ് ഈ വെബ്സൈറ്റിൽ വന്നാൽ മതിയോ, മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ HSST എന്ന് പറയുന്ന പേജിൽ വന്നാൽ മതിയോ. ഓക്കെ, പിന്നെ ഉള്ളത് ഫ്ലെക്സിബിൾ ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് റെക്കോർഡഡ് സെഷൻസും അതിന്റെ പ്രോബ്ലംസും എക്സാം സീരീസും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു തിയറി സെഷൻ ഉണ്ടാവും. നമ്മൾ തിയറിക്ക് അങ്ങനെ ഒത്തിരി ഡെപ്തിലുള്ള തിയറി നമ്മൾ പറയൂല, കാരണം അതൊരു ആവശ്യമില്ലാന്ന് തോന്നുന്നു ഇതിന് HST സംബന്ധിച്ചിടത്തോളം. പക്ഷെ തിയറി നമ്മൾ അറിയണം, അല്ലെ? അല്ലാതെ എങ്ങനെ പ്രോബ്ലം ചെയ്യാം.
അപ്പൊ തിയറി പഠിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ്, കുറെ ഡിഫറെന്റ് ടൈപ്പിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പിന്നെ കുറേ വർക്ക്ഷീറ്റുകൾ അവൈലബിൾ ആയിരിക്കും ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച്. അങ്ങനെ എല്ലാ ടോപ്പിക്കിനെ സംബന്ധിച്ചും ഈ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് നവംബർ 1 മുതലായിരിക്കും ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആയി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് 7,080 ആണ്. അപ്പൊ ഫുള്ളി ഇതിനകത്ത് നമുക്ക് ഉണ്ടാവും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഫുള്ളി ഓൺലൈൻ സെഷൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ തന്നെ ഈ പറഞ്ഞ ഒരു ടൈം നമ്മൾ അതിനകത്തൊരു ഷെഡ്യൂളൊക്കെ ഇട്ടിട്ടുണ്ടാവും, 6 മാസത്തേക്കുള്ള ഷെഡ്യൂൾ. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വരുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ എക്സാംസുകളും പ്രോബ്ലംസും ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് കോംപ്രഹെൻസീവ് ഓൺലൈൻ ലേണിംഗ് ആണ്. ഇത് നമ്മൾ തൽക്കാലം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഡിസംബർ മുതൽ തുടങ്ങാനാണ്. കാരണം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല HSST. അപ്പോൾ ഇതിനകത്ത് ലൈവ് ക്ലാസ്സും കൂടി ഉണ്ടാവും. ഓക്കെ, ലൈവ് ഡിസ്കഷൻസ്, ഡെയിലി ലൈവ് സെഷൻസും കൂടി ഉണ്ടാവും. അതിന്റെ സമയവും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ ഡിസംബർ മുതൽ അനൗൺസ് ചെയ്യുന്ന ഒരു സമയത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ലൈവ് സെഷൻസും ഈ ഈ ഫ്ലെക്സിബിൾ ഓൺലൈൻ ലേണിംഗിന്റെ ഫുൾ ഫെസിലിറ്റിയും കിട്ടും. പ്ലസ് എല്ലാ ദിവസവും ഡെയിലി ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചിട്ടുകൊണ്ട് വരുവാണെങ്കിൽ നല്ലൊരു ഡിസ്കഷൻ ഫോറം കൂടെ ആയിട്ട് അത് മാറും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് 15,340 rupees ആണ്. ഇത് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേജിൽ തന്നെ ഇവിടെ വന്നിട്ട് എൻറോൾ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ പേയ്മെന്റും ബാക്കി ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ ഫോമും ഒക്കെ വരും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ലോഗിൻ ഐഡിയും പാസ്വേഡും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ HSST പ്രോഗ്രാം എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾ ഇപ്രാവശ്യം HSST പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു റീസൺ കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന അല്ലെ, മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സാണ് നമ്മൾ എല്ലാവരും. നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിട്ടാണല്ലോ HSSTക്ക് വരാൻ. ഞങ്ങൾ കഴിഞ്ഞ വർഷം NIT വെച്ചിട്ട് ടീച്ചേഴ്സിനുള്ള ഒരു പ്രോഗ്രാം NIT വെച്ചിട്ടും അതുപോലെ ഒരു മലപ്പുറത്തുള്ള ഒരു മാം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മാത്തമാറ്റിക്സ് അസോസിയേഷൻ ഓഫ് മലപ്പുറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുമായിട്ട് അസോസിയേറ്റ് 2 പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. 2ന്റെ പേര് മാത്ത് ബിയോണ്ട് ദ ക്ലാസ് റൂം എന്നായിരുന്നു. അതിനകത്ത് ആക്ച്വലി ഞങ്ങൾ ഷെയർ ചെയ്തത് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് അപ്ലൈ, നമ്മൾ ചെയ്തിട്ടുള്ള കുറെ പ്രോജക്റ്റുകളുടെ കുറെ റിയലൈസേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു പ്രോഗ്രാം ഡയറക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻപുട്സ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പല മെത്തേഡ്സിലും പല ആൾക്കാരും പല രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്തിന് കണക്ക് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ മോട്ടിവേഷൻ ഇല്ലാത്തടത്തോളം കാലം ഇത് കുറെ മാർക്ക് വാങ്ങിക്കാനുള്ള എന്തോ ഒരു സാധനം മാത്രമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മാത്തമാറ്റിക്സ് ഈസ് സംതിങ് ഡിഫറെന്റ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റിന്റെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെ, മാത്തമാറ്റിക്സിന് നല്ല ലോജിക്കുള്ള നല്ലൊരു തലമുറയ്ക്കാണ് നല്ല AI മോഡൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സാധനം അതാണ് അല്ലെ. എല്ലാ AI മോഡലുകളും ആക്ച്വലി മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ പലർക്കും അത് അറിയാതെ പോകുന്നതാണ്. സ്റ്റിൽ ദേ ആർ ബ്ലെയിമിങ് വൈ വി നീഡ് മാത്തമാറ്റിക്സ് അല്ലെ. അങ്ങനെ ആയിരിക്കരുത് നമ്മളത് പറയുമ്പോൾ. അപ്പൊ ഞങ്ങളുടെ ഒരു ലക്ഷ്യം കൂടിയാണത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു വിഷയത്തെ വളരെ ആധികാരികമായിട്ട് കാണുകയും കുട്ടികളെല്ലാവരും തന്നെ അതിന്റെ ഒരു ബേസിക് ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വിഷനാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദൃശ്യഗണിതം എന്ന് പറഞ്ഞൊരു പ്രൊജക്ടിന്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആസ് പാർട്ട് ഓഫ് HSST ഓറിയന്റേഷൻ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ കുറെ കാലം കോളേജിലൊക്കെ അധ്യാപകനായിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി മാത്ത് ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാത്തമാറ്റിക്സിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അത് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരുപക്ഷെ പല ആൾക്കാരുണ്ടാവുമായിരിക്കാം, ഞങ്ങളുടെ ഏതെങ്കിലും നെറ്റിന്റെയോ അല്ലെ സെറ്റിന്റെ ഒക്കെ കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കാം. എനിവേ, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഞാൻ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് us have an ഓപ്പൺ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സർ, മാത്സിന്റെ മാത്രമാണോ കോച്ചിങ് ഉണ്ടാവുക, അല്ല ജനറൽ പാർട്ടിന്റെ കൂടെ ഉണ്ടാവുമോ? ജനറൽ പാർട്ടിന്റെ ഉണ്ടാവും. പക്ഷെ ജനറൽ പാർട്ടിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ കുറച്ച് സെക്ഷൻസും നോട്ടുകളൊക്കെ ആയിരിക്കും തരിക. അതിന്റെ ഒരു ആധികാരികമായിട്ട് ഫുള്ളി ഒരു ഓൺലൈൻ സെഷൻ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും. ഏകദേശം എക്സാം ഒക്കെ വരുന്നതിന്റെ
ഒരു സമയത്തായിരിക്കും ചെയ്തത്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട കുറെ ടോപ്പിക്കുകൾ PDF ഫയൽ പോലെ നമ്മളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു നവംബർ മുതൽ ഞാൻ പറഞ്ഞില്ലേ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് നമ്മൾ പറയുന്ന പോർഷനിൽ നിന്നുള്ള നമ്മൾ സിലബസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ആ എക്സ്പ്ലോറേഷൻ ഇപ്പോഴേ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ GK-യുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ ഇതിൽ ചോദിച്ചു കാണാറുള്ളത് ആ എക്സാം നടക്കുന്നതിന്റെ ഒരു 6 month ഗ്യാപ്പിലുള്ള GK റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലാകാനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു സർ. എനി മോർ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്താലും മതിയാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് HST സിലബസ്, നെറ്റ് എക്സാം സിലബസ്. നെറ്റിനകത്ത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുന്നത് CSIR UGC നെറ്റിനെ കുറിച്ചിട്ടാണ്. UGC നെറ്റ് അല്ല. CSIR സിലബസിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. പകരം ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 30 തരിക. അതും ഒരു മാത്തമാറ്റിക്സ് റിലേറ്റഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ലോജിക്കൽ റീസണിങ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. പക്ഷേ HSTയുടെ സിലബസിലുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് പ്രോപ്പർ നമ്മുടെ BEdന് പഠിക്കുന്ന, ഇപ്പം നിങ്ങൾ BEdന് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ BEdന് പഠിക്കുന്ന ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. EMI അവൈലബിൾ ഫോർ, ഓക്കെ, നമ്മളത് EMI നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും, EMI ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇനിഷ്യലി യു ഗോ ഫോർ ഫ്ലെക്സിബിൾ ലേണിംഗ്. ഇപ്പൊ നവംബറിൽ നമ്മൾ ഈ ഫ്ലെക്സിബിൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഫുള്ളി റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസും എക്സാം സീരീസും അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ പേയ്മെന്റ് അടയ്ക്കും. എന്നിട്ട് ബാക്കി നമ്മുടെ ലൈവ് സെഷൻ തുടങ്ങുന്ന സമയത്തേക്ക് ബാക്കി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ബാക്കി ഫീസ് അടച്ചാൽ മതിയോ? അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. EMI പേയ്മെന്റ് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളിൽ കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിനുജിക്കും ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ പേജ് എക്സ്ക്ലൂസീവ്ലി ഫോർ HSST മാത്തമാറ്റിക്സിനുള്ളതായിരിക്കും തീർച്ചയായിട്ടും. മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഡെയിലി ബേസിസ് ടെസ്റ്റ് ഇപ്പൊ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അതെന്തായാലും ഉണ്ടാവും. എല്ലാ ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 10 എണ്ണത്തിന്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് കുറെ എക്സാം സീരീസുകൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ പ്രോബ്ലംസ് നമ്മൾ വീഡിയോ സെഷൻസ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ് യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ്. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് പലതരത്തിൽ സോൾവ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. നമുക്ക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഡിറ്റർമിനന്റ് നോക്കിയിട്ട് ആ റാങ്ക് എന്നിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ചില പ്രോപ്പർട്ടീസ്, 2 റോ ആഡ് ചെയ്യുമ്പോൾ 3ാമത്തെ റോ ആണോ ചില ടിപ്സ് ആൻഡ് ടിക്സ് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് റാങ്ക് കണ്ടുപിടിക്കും. ഇങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം പല ഡിഫറെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റൻസ് എടുത്തിട്ട് ഒരു ക്വസ്റ്റൻ എന്തൊക്കെ തരത്തിൽ അത് സോൾവ് ചെയ്യാവോ ആ രീതിയിലൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഒരു സെഷൻ ഉണ്ടാവുക. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഇല്ല എന്നൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളിവിടെ നെറ്റിന്റെ ഒരു സെഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു തിയറി സെഷൻ കഴിഞ്ഞിട്ട് അവർ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനാണ് പറയാം. നമ്മുടെ വലിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കും. അവർ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കും. അതിലെ എക്സസൈസിലെ ക്വസ്റ്റൻസ് ഉൾപ്പെടെ അവർ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളൊരു ലെവൽ 1 ക്വസ്റ്റൻസ് കൊടുക്കും. ഈ ലെവൽ 1 ക്വസ്റ്റൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു 4-5 പേജുള്ള ഒരു സാധനം കൊടുക്കുക. അത് നിറയെ ഉള്ളത് സെറ്റിന്റെയും HSSTയുടെയും അല്ല ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അങ്ങനെ ഒരു ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നമ്മളിവിടെ. അപ്പൊ ഞങ്ങൾക്ക് അത് ആകെ ഒന്ന് ടോപ്പിക് വൈസ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രോബ്ലംസിന് മാത്രമേ ഞങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും ഞങ്ങൾ തരും. ഇനി ഞങ്ങൾ തരുന്ന മതിയായില്ല, നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ തരും. കഴിഞ്ഞ HSTയുടെ കോച്ചിങ് നമ്മൾ നടത്തിയിരുന്നില്ല. 2021 നടന്ന ടെസ്റ്റിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് 2018 HSTയുടെ കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അതും ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് 36 കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് 24 പേര് ഒന്ന് സർവീസിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു 2-3 പേര് എല്ലാവരും തന്നെ ലിസ്റ്റിൽ വന്നിരുന്നു. അന്ന് ലിസ്റ്റും വലുതായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു 496 പേരോളം അന്ന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ 36 പേരിൽ 1-2 ഒഴികെ ബാക്കി എല്ലാവരും ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 24 പേര് ഇന്ന് സർവീസിലുണ്ട്. അതാണ് റിസൾട്ട്. HSA മാത്തമാറ്റിക്സിന് മാത്രം എക്സ്ക്ലൂസീവ്ലി നമ്മളിപ്പോൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ HSST മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ടോപ്പിക് വൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്ജക്റ്റുകൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് ചെയ്താലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. HSAക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ
ഡിഗ്രി ലെവലിലുള്ള പല ടോപ്പിക്കുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. HSIക്ക് മാത്രമായിട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ നടത്തുന്നില്ല. ഫുൾ വീഡിയോ ആദ്യമേ നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നമുക്കൊരു കരിക്കുലം ഉണ്ടാവും. നമ്മൾ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കരിക്കുലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്നല്ല ഇരിക്കില്ല, ഒരു 3 സബ്ജക്റ്റ് എങ്കിലും അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ലീനിയർ എന്തായാലും ഉണ്ടാവും. ലീനിയർ പ്ലസ് ഒരു ODE PDO അങ്ങനെ ഒരു 3 സബ്ജക്റ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇതിനനുസരിച്ച് ഷെഡ്യൂൾ വിടും. ആ ഷെഡ്യൂൾ വരുന്നതനുസരിച്ചുള്ള കംപ്ലീറ്റ് കണ്ടന്റ് അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവുക. അത് നമ്മുടെ ടാർഗറ്റ് 6 മാസമാണ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് തിയറി ഈ സെക്ഷൻസും ഈ പറയുന്ന 10 സെക്ഷൻസും കവർ ചെയ്തിട്ടുണ്ടാവും അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസുകൾ മാത്രമായിരിക്കും. ഫുൾ ടൈം എല്ലാ ദിവസവും ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനി മോർ ക്വസ്റ്റ്യൻസ്? ഓക്കെ. എത്ര അവർ ക്ലാസ് ആണ് അല്ലെ? എത്ര അവർ ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ ഡെയിലി സെഷൻ ആണെങ്കിൽ മാക്സിമം 1 to 1.5 hour ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസം എന്ന് വെച്ചാൽ 5 ദിവസം, 5 or 6 ദിവസം ക്ലാസ് ഉണ്ടാവും ഡെയിലി. ഡിസംബർ മുതലായിരിക്കും ക്ലാസ് തുടങ്ങുക കേട്ടോ. ഡെയിലി ഈ എന്താ പറയുക, ഓൺലൈൻ ലൈവ് സെഷൻസ് ഒരു 1.5 മണിക്കൂർ ക്ലാസ് കണക്കൂടാം. 1 മണിക്കൂർ തിയറി പ്രോബ്ലം ഡിസ്കഷനും അതിനുശേഷം ബാക്കിയുള്ള പ്രോബ്ലം ഡിസ്കഷൻസുമായിട്ട് 1.5 മണിക്കൂർ കൂട്ടാം. ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ എപ്പോഴും ഫെസിലിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഫേമിൽ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കുകളായിക്കോട്ടെ, പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കാനുള്ള ലൈബ്രറി ഫെസിലിറ്റി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഫെസിലിറ്റീസ് തരും. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തോണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഇപ്പോൾ ലീനിയർ പഠിച്ചു കഴിഞ്ഞു, ലീനിയറിനെ മാത്രം ബേസ് ചെയ്തിട്ടൊരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഡേ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അത് അൺടിൽ യു റൈറ്റ് യുവർ ഫൈനൽ HSST എക്സാം. ഈവൻ ഈ HSST എക്സാം കഴിഞ്ഞാലും ഈ സൈറ്റ് പോകുന്നുണ്ടാവില്ല. അപ്പോഴും ഇതിനകത്തുള്ള കണ്ടന്റുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ദേ ഹാവ് ടു ലേൺ മാത്ത് കണ്ടിന്യൂസ്ലി. ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലെ, എല്ലാ കാലത്തും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നല്ല കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. ഡെയിലി എത്ര പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ. സമയം ഏതാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അത് ആൾക്കാർ ജോയിൻ ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും. അത് ഇപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് സെഷനാണ് ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നത്. രാവിലെ 5 to 6 ആണ് നമ്മളിവിടെ PG എൻട്രൻസിന്റെയും നെറ്റിന്റെയും ക്ലാസ് കൊടുക്കുക. അതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പലരും വർക്കിംഗ് ഒക്കെ ആയിരിക്കും. രാവിലെ 5 to 6 ഈസ് എ വെരി ഗുഡ് ടൈം. രാവിലെ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് രാവിലെ 2 പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് 6 മണിയാകുമ്പോൾ നമ്മുടെ പണിയെല്ലാം തീർത്ത് നമ്മൾ ജോലിക്ക് പോകും. വൈകിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷീണമായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ ഉള്ളവരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് എല്ലാവരും വീട്ടിൽ വരുന്ന ഒരു സമയം, അവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് 8 മണി മുതൽ 9 മണി ഒരു സെഷൻ ഇരിക്കാന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ മോർണിംഗ് ടൈം ബെസ്റ്റ് ടൈമാണ്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ HST ടൈമിംഗ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. പ്രോബബ്ലി കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം ഏതാണ് അതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും കേട്ടോ. ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ലൈവ് സെഷൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലൈവ് സെഷനിൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ഉണ്ടാവുന്നത്. ലൈവ് സെഷനിൽ നമ്മൾ തിയറീസ് വളരെ മിനിമൽ എടുക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് പറയാം. കാരണം എന്താ അറിയോ, ഈ തിയറി സെഷൻ മുഴുവൻ നമ്മുടെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഒത്തിരി ഡെപ്തിലൊന്നും നമ്മൾ പറയൂല. ഡെപ്തിൽ പറയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെ HST ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഉള്ള ഒരു തിയറി ആയിരിക്കും നമ്മൾ പറയാം. അപ്പൊ അത് ഒന്നുകിലും നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാം, കാരണം ഓൾറെഡി റെക്കോർഡ് സെഷൻസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നമ്മളത് തിയറി ക്ലാസ്സിൽ ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നതിൽ കാര്യമില്ല. അത് ജസ്റ്റ് ടു ദ പോയിന്റ്, ഇന്നതാണ് കോൺസെപ്റ്റ്, ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതൊരു എക്സാമ്പിളിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ തിയറിയും അതിനപ്പുറത്തെ തിയറി ഒക്കെ നമുക്ക് മനസ്സിലാവുകയാണ് ഗ്രാജുവലി. ദ മോർ യു ഡു പ്രോബ്ലംസ് യു വിൽ ഗെറ്റ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഇറ്റ്സ് തിയറി കോൺസെപ്റ്റ്. അത് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് കൂടുതലും പ്രോബ്ലംസ് തന്നെയാണ്. എത്രമാത്രം പ്രോബ്ലം ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് തിയറി മനസ്സിലാവും. അപ്പൊ നമുക്ക് അറിയത്തില്ലാത്തൊരു പ്രോബ്ലം വന്നോന്ന് വിചാരിക്കാം. ഒരു മിനിറ്റ്, അറിയത്തില്ലാത്തൊരു പ്രോബ്ലം വന്നോന്ന് വിചാരിക്കാം. നമ്മൾ പഠിച്ച തിയറി കൊണ്ട് വർക്കൗട്ട് ആവില്ല. അപ്പൊ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ഇതിനകത്ത് എന്ത് അഡീഷണൽ വേണം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അങ്ങനെ തിയറി പഠിക്കണം. അപ്പൊ പിന്നെ അത് മറക്കുകയില്ല. ഇനി എന്താ ചോദിച്ചെന്ന് പറയാം സാർ. അപ്പൊ റെക്കോർഡ് സെക്ഷൻ മാത്രം എടുക്കുവാണെങ്കിൽ അതില് പ്രോബ്ലംസ് കുറവായിരിക്കും? അല്ല, റെക്കോർഡ് സെഷൻസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ തിയറി ഉണ്ടാവും, പല ടൈപ്പിലുള്ള പ്രോബ്ലംസ്
സോൾവ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. അതിന് താഴെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഇത് കൂടാതെ ടെസ്റ്റ് സീരീസും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. എക്സ്ക്ലൂസീവ്ലി ടെസ്റ്റ് സീരീസ്, അത് സബ്ജക്ട് വൈസ് ടെസ്റ്റ് ഉണ്ടാവും, ടോപ്പിക് വൈസ് ഉണ്ടാവും. ഇത് കൂടാതെ എല്ലാം കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ തന്നെ ഒരു 2-3 അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം അതിനകത്താണ്. അത് കൂടാതെയാണ് ഞാൻ ഈ ഡെയിലി പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വരുന്നത്. മോക്ക് ടെക്സ്റ്റിൽ അപ്പൊ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ ഉണ്ടാവും? അതുണ്ടാവില്ല. അത് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പ്രോബ്ലം എനിക്ക് മനസ്സിലായില്ല, ഡയറക്ട്ലി യു ക്യാൻ ആസ്ക്. അത് ഒന്നുകിൽ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി നമ്മുടെ ഒരു അക്കാഡമിക് ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ക്ലാസ് എടുക്കുന്നത്, ഞങ്ങളൊരു ടീമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ആരെങ്കിലും ഒക്കെ അതിനകത്ത് വളരെ കൃത്യമായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല വേറെ ആൾക്കാരെ നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഇട്ട് തന്നോളൂ. ഓക്കെ. അപ്പൊ പ്രോബ്ലംസ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ജനറൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ല അതിനകത്തുള്ള അക്കാഡമിക് ഫെസിലിറ്റി ആരെ വേണമെങ്കിലും നിങ്ങൾ ഫോൺ വിളിക്കുകയോ പേഴ്സണലി അയച്ചു കൊടുക്കുകയോ അവർ ക്ലിയർ ചെയ്ത് തരും. കോഴ്സ് ഡ്യൂറേഷൻ അൺടിൽ ദ നെക്സ്റ്റ് HSST എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ നിങ്ങൾ പോകുന്നതിന്റെ തലേദിവസം വരെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഈവൻ എക്സാമിന് കയറുന്ന അന്ന് വരെ അവൈലബിൾ ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്ത +2 കണ്ടന്റ് പ്രോബ്ലംസ് എങ്ങനെ കിട്ടും? അത് ഞാനത് കാണിക്കാം. ഇത് HSCയുടെ വെബ്സൈറ്റ് ആണ്. ഇത് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെലക്ട് മാസ്റ്റർ ത്രൂ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഡെയിലി പ്രാക്ടീസ് ഒരു സാധനം കിടപ്പുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു കലണ്ടർ കിട്ടും. ഈ കലണ്ടറിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ദിവസം എല്ലാം ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് 10-ാം തീയതി ടെസ്റ്റ് എഴുതണമെങ്കിൽ ആ 10-ാം തീയതി പോവാ. അപ്പോൾ അവിടുത്തെ ഒരു ടോപ്പിക്, അപ്പൊ അന്നത്തെ ടോപ്പിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തെയാണ്. അപ്പൊ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം ഇരുന്ന് വായിച്ച് ആൻസർ ചെയ്യുക, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, ചെക്ക് ഓൾ ആൻസേഴ്സ്. അപ്പൊ ആൻസേഴ്സ് എല്ലാം ഗ്രീനും തെളിഞ്ഞു വരും, തെറ്റായിട്ടുള്ളതെല്ലാം റെഡും തെളിഞ്ഞു വരും. അതിന്റെ സൊല്യൂഷൻ ഇവിടെ ഇല്ല കേട്ടോ. അതിന്റെ സൊല്യൂഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്സസ് കിട്ടും, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പൊ തന്നെ ഇതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് 2 ആഴ്ചത്തെ. അടുത്ത ആഴ്ചത്തെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൺഡേ ഓൺവേഴ്സ് യു ക്യാൻ പ്രാക്ടീസ്. 7,500 ഫീ പേ ചെയ്താൽ ഡിസംബറിലെ ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതിയോ? അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞത്. ഇനി മോർ ക്വസ്റ്റ്യൻസ്? ഞങ്ങളുടെ ഒരു ഡെമോ ക്ലാസിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഈ സൈറ്റിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. നവംബറിന് മുന്നേ ആയിട്ട് അടുത്ത ആഴ്ച തന്നെ ഒരു തിയറി സെഷൻ എങ്ങനെയാണ്, പ്രോബ്ലം സെഷൻ എങ്ങനെയാണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ വീഡിയോ ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ HST റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. OBC ഏജ് ലിമിറ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 40 ആയിരുന്നു ജനറൽ ലിമിറ്റ്, 44 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 44 എങ്കിലും ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് അപ് ടു 43 മീൻസ് അത് കുറെ കാറ്റഗറി ഉണ്ട് ഏജ് ലിമിറ്റ്. അത് ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, എനി മോർ? ഓക്കെ, എനിക്ക് തോന്നുന്നു വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻസ് ഹിയറിംഗ്. എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു HSSTയുടെ പ്രാക്ടീസ് മാത്രമല്ല, അതൊരു ഒരു പർപ്പസ് മാത്രമാവട്ടെ. HSST യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് മാത്ത്, അഡ്വാൻസ്ഡ് മാത്ത് പ്രോബ്ലംസ് എവറി ഡേ. കീപ്പ് ഇൻ ടച്ച്. ഏതെങ്കിലും ഒരു സമയത്ത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മാത്ത് ലാബിൽ വിസിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. എറണാകുളം വഴിയോ ലുലു മാളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പത്തടിപ്പാലം മെട്രോ ഷെയർ ഇങ്ങോട്ട് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനുണ്ട്. നിങ്ങളെല്ലാം മാത്തമാറ്റിക്സ് എഡ്യൂക്കേറ്റേഴ്സ് ആകാൻ പോകുന്ന AI-യുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ.